ചങ്ങായിമാരെ നമ്മുടെ ചാണക സംഖ്യ റോബിൻ രാധാകൃഷ്ണന്റെ പുതിയ വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? റോബിൻ രാധാകൃഷ്ണൻ ബിജെപിയിലേക്ക് പോയത് പൈസ ഉണ്ടാക്കാനാ പോലും. ഓരോ രാഷ്ട്രീയം ഒരു ബിസിനസ് ആണ് പോലും. ഇത് വേറെ ആരും പറഞ്ഞതല്ല, അവൻ തന്നെ പറഞ്ഞതാണ്. അവൻ പറഞ്ഞ വോയിസ് ഉണ്ടല്ല, അത് ലീക്കായി. അതുമാത്രമല്ല ബി ജെ പി ഒരു പക്ക വർഗീയവാദി പാർട്ടിയാണെന്നും കൂടി നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടല്ല ആ വോയിസ് പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ വോയിസ് ഉണ്ടല്ലോ, ആ വോയിസ് പുറത്തിട്ടത് അനന്തു സുജിത്ത് എന്ന ഒരു ചങ്ങായിയാണ്. എന്തായാലും ആ ചങ്ങായി വിട്ട നമ്മുടെ റോബിൻ രാധാകൃഷ്ണന്റെ മനോഹരമായ വോയിസ് ഒന്ന് കേട്ടിട്ട് വന്നാലോ? ബിജെപി എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയവാദികളാണ്. മീറ്റ് റോബിൻ രാധാകൃഷ്ണൻ. റോബിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. ഒരു ഇൻസ്റ്റഗ്രാം റീൽ തീരത്തില്ല. പക്ഷെ ഇതൊരു സാമ്പിൾ ഫയർ മാത്രമാണ്. റോബിൻ കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് വല്ല സമരത്തിന് വേണ്ടിയിട്ട് ബിജെപിയുടെ മുൻധാരയിൽ നിന്നിട്ട് വലിയ രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെയാണ് പ്രസംഗിക്കുന്നത്. നമുക്ക് റോബിൻ എന്താണ് ബിജെപിയെ കുറിച്ച് യഥാർത്ഥത്തിൽ പറയാനുള്ളത് എന്നുള്ളത് റോബിന്റെ വായിന്ന് തന്നെ കേൾക്കാം. ബിജെപി എന്ന് ചോദിച്ചെന്റെ അടുത്ത്, അപ്പൊ എനിക്ക് അവിടെ ബിജെപിയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABCD അറിഞ്ഞുകൂടാ. ബിജെപി എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? നമ്മളെ പ്രവൃത്തിയാണ് എന്ത്, ആ പ്രവൃത്തിയിൽ ജനങ്ങൾക്കും വേണ്ടി 200% ഇടും, എനിക്കും വേണ്ടി ഇടും. ഞാനൊരു പക്ക ബിസിനസ്മാൻ ആ സമയത്ത്, മനസ്സിലായില്ലേ? കാരണം ജനങ്ങൾക്കും ചെയ്ത് നാട്ടിനും ചെയ്ത് നമുക്കും ചെയ്ത ആർക്കും പരാതി ഇല്ലെന്നേ, മനസ്സിലായില്ലേ? ഇത് ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല. ഇതൊരു സാമ്പിൾ ഫയർ മാത്രമാണ്. 4 പാർട്ടായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും റോബിന് വേണ്ടിയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലജ് യൂട്യൂബ് വീഡിയോ. അപ്പോ സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. ഈ അനന്ത സുജിത്ത് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടിട്ടല്ല 3 എപ്പിസോഡ് കൂടി ഇതിന്റെ പിന്നാലെ വരുന്നതാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ അനന്ത സുജിത്ത് അവൻ അതിനേക്കാളും വലിയ ഫ്രോഡാണ്. അതുകൊണ്ട് റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടല്ല എന്തെങ്കിലും നക്കാപ്പിച്ചിട്ടുണ്ടല്ല ഈ അനന്ത സുജിത്തിന് കൊടുത്തെങ്കിൽ ആ ബാക്കി എപ്പിസോഡ് ഉണ്ടല്ല അതൊക്കെ ഉമ്മാരുണ്ടല്ല മണ്ണിട്ട് മൂടും. പിന്നെ ഇതിന്റെ വേറെ രസം എന്ന് പറയാ, ഈ വീഡിയോന്റെ അടിയിലുണ്ടല്ല നമ്മൾ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടല്ല ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. എന്താ കമന്റ് എന്നറിയാ? ഈ വോയിസ് എന്റേതല്ല, അത് AI കൊണ്ട് നിർമ്മിച്ചതാണെന്ന്. എന്താ അവസ്ഥ അല്ലെ? എല്ലാ കുറ്റവും എന്ത് ചെറ്റത്തരും കാണിക്കാം എന്നിട്ടുണ്ടല്ല അതിന്റെ കുറ്റം മൊത്തം ഉണ്ടല്ല AIന്റെ മേലെ ഇടാം. എന്തായാലും റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടല്ല ഇങ്ങനെ ഒരു കമന്റ് ഇട്ടതോടുകൂടി നമ്മളെ വേദലക്ഷ്മിയിലെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന വേദലക്ഷ്മി അവരുണ്ടല്ലോ ഇതിന്റെ മൊത്തം വോയിസ് കട്ടാക്കാത്ത മൊത്തം വോയിസ് ഉണ്ടല്ല അവരെ ചാനലും കിട്ടും. നമുക്കെന്തായാലും റോബിൻ രാധാകൃഷ്ണന്റെ കട്ടിങ്ങും വെട്ടിങ്ങും ഇല്ലാത്ത ആ മുഴുവൻ വോയിസ് ഇല്ലേ അതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. ബ്രോ, ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് ചോദിച്ചു വൈ ബിജെപി എന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ എനിക്ക് അവിടെ ബിജെപിയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABCD അറിഞ്ഞുകൂടാ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്താണ്, ക്ലെബറായിട്ട് പറഞ്ഞു, സാർ എനിക്ക് മോഡിജിനെ ഇഷ്ടമാണ് സാർ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള. ഞാൻ മോഡിജിനെ ഒന്ന് ഫോളോ ചെയ്തപ്പോ എന്ത് ചെയ്ത് എനിക്കുണ്ടായ സാധനം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടറല്ല സാധനം എടുത്ത് കാണിച്ചപ്പം ഒരിക്കലും ഒരു പ്രൈം മിനിസ്റ്ററിന് അത് മോഡിജിനെ ഫോളോ ചെയ്തപ്പോ അടുത്ത ദിവസം റിപ്പോർട്ടറിൽ ഇങ്ങനെ ഒരു ന്യൂസ് വരണമെങ്കിൽ ഞാൻ എന്തുമാത്രം ഇമ്പാക്ട് ആയിരിക്കും എന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്ന ക്യൂരിയോസിറ്റിയിൽ ഇവർ ചിന്തിക്കുന്നതെന്നായിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, അവരത് ചിന്തിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതെല്ലാം കഴിഞ്ഞല്ലോ ബ്രോ, ഇനി ഞാൻ ഇനി ഒരു പൊളിറ്റീഷ്യൻ ആയി കഴിഞ്ഞെന്ന് വെച്ചോ, ഞാൻ ഇനി ഒരു പൊളിറ്റിക്സ് യൂഷ്വലി എങ്ങനെയാ ബിജെപി എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? സത്യം പറയല്ലേ, ഭയങ്കരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സ്ഥാനാർത്ഥിയായെന്ന് വെച്ചോ, മനസ്സിലായില്ലേ? എന്റെ അടുത്ത് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പൊളിറ്റീഷ്യൻ ആയിട്ട് സംസാരിച്ചാണ്, അവിടെയാണ് എന്റെ ഹൈലൈറ്റ്. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ജനം ഞാൻ പ്രാക്ടീസ് ഇട്ടിട്ടുണ്ട് ബ്രോ. എത്ര പേര് വന്നാലും എത്ര ആൾക്കാർ വന്നാലും എല്ലാവരുടെ കൂടെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എനിക്ക് അതിലൊന്നും ഒരു മടി എന്തില്ല. കാരണം ബ്രോ എഴുതി വെച്ചു ബ്രോ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കും ഞാൻ, മനസ്സിലായി? ഞാൻ വരെയാണെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഇപ്പൊ എന്താ പറയുക, കഴിഞ്ഞ ദിവസം വരെ ഞാൻ MLA ആയിട്ട് കൈവക്കുന്ന സാധനം മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ മന്ത്രിയായിട്ട് നമ്മളെ BMW മറ്റേ സാധനമൊക്കെ വെച്ച് പോണതാണ് പച്ച വണ്ടിയില്. ആലോചിച്ച് നോക്കണേ, പച്ച വണ്ടിയില് മനസ്സിലായ എനിക്ക് കിട്ടുന്ന സാലറി നിന്നും എന്റെ ഇതിൽ നിന്നും ഞാൻ ഡീസൽ അടിച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കിയ ബ്രോ, ആരുണ്ട് ബ്രോ അതേപോലെ ഒരു പൊളിറ്റീഷ്യൻ? എന്ന് വെച്ചാൽ നമ്മുടെ ലുക്കോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയോ നമ്മുടെ കാര്യങ്ങളോ ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ള സംഭവം. നമ്മളെ പ്രവൃത്തിയാണ് എന്ത്, ആ പ്രവൃത്തിയിൽ ജനങ്ങൾക്കും വേണ്ടി 200% ഇടും, എനിക്കും വേണ്ടി ഇടും. ഞാനൊരു പക്ക ബിസിനസ്മാൻ ആ സമയത്ത്, മനസ്സിലായില്ലേ? കാരണം ജനങ്ങൾക്കും ചെയ്ത് നാട്ടിനും ചെയ്ത് നമുക്കും ചെയ്ത ആർക്കും പരാതി ഇല്ലെന്നേ, മനസ്സിലായില്ലേ? പിന്നെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് പോവാൻ നിങ്ങളെ പോലെ ഒരാളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, മനസ്സിലായില്ലേ? കാരണം എന്നെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാപ്പ് ചെയ്യാൻ പറ്റും.
ഈ വോയിസ് ഉണ്ടല്ലോ വേദലക്ഷ്മി പുറത്തു വിട്ടതോടുകൂടി ആകെ നാണം കെട്ട നമ്മൾ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടല്ലോ വേദലക്ഷ്മിക്കെതിരെ കേസ് കൊടുത്ത്. കേസ് കൊടുക്കൽ മാത്രമല്ല, ഇന്നലെ വൈകുന്നേരം ഉണ്ടല്ലോ ഒരു പത്രസമ്മേളനം ഉണ്ടല്ല നമ്മൾ റോബിൻ രാധാകൃഷ്ണൻ നടത്തി. അതോടുകൂടി നമ്മൾ വേദലക്ഷ്മി ഉണ്ടല്ല നമ്മൾ റോബിൻ രാധാകൃഷ്ണൻ നാറ്റിച്ചുകൊണ്ടുണ്ടല്ല ഒരു വീഡിയോ കൂടി ചെയ്ത്. നമുക്ക് അന്നാൽ റോബിൻ രാധാകൃഷ്ണനെ വേദലക്ഷ്മി നാറ്റിക്കുന്ന ആ വീഡിയോ കൂടി ഒന്ന് കണ്ടിട്ട് വരാം. വാ. ഇന്നത്തെ എൻ്റെ ഒരു സൺഡേ തുടങ്ങിയത് ഈ ഒരു സ്റ്റോറിയും അതിൻ്റെ പേരിലുള്ള എനിക്ക് വന്ന DMഉം മെസ്സേജസും വെച്ചുമാണ്. സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് ചൊറ മെസ്സേജസ്. ഇതെന്താണ്, നാളെ രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും പാലാരിവട്ടം സ്റ്റേഷനിലെത്തണം. പരാതി കൊടുത്തിരിക്കുന്നത് റോബിൻ. എനിക്ക് റോബിനോട് പറയാനുള്ളത്, റോബിൻ എനിക്ക് നാളെ ജോലിയുണ്ട്. നിന്നെപ്പോലെ ഞാൻ വെറുതെ ഇരിക്കുമല്ല, വിളിക്കുമ്പോൾ ഉടനെ സ്റ്റേഷനിലോട്ട് വരാൻ. രാവിലെയും ഉച്ച കഴിഞ്ഞിട്ടും ഒക്കെ വർക്കുണ്ട്. അപ്പോൾ ഇത് എനിക്ക് അവരുടെ അടുത്ത് ധരിപ്പിക്കാനുള്ളവരോട് ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് സൗകര്യമുള്ള സമയത്ത് ഞാൻ അവിടെ വന്ന് എൻ്റെ സൈഡ് കംപ്ലീറ്റ്ലി ഉള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. അതവിടെ നിൽക്കട്ടെ. പിന്നെ ചെറിയൊരു ഓലപ്പടക്കം കണ്ടപ്പോഴത്തേക്കുമാണ് നീ ഇത്രയും കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ശരിക്കുള്ള തൃശ്ശൂർ പൂരം അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും എന്തായിരിക്കും നിന്റെ അവസ്ഥ? നീ ചെയ്യാൻ പറ്റുന്ന എല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യ്. നിന്റെ മാനിപ്പുലേറ്റഡ് സ്റ്റോറീസോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ചെയ്യാൻ പറ്റുന്ന എല്ലാം വെല്ലുവിളിക്കാൻ തന്നെ വെച്ചോ, നീ ചെയ്തോ. നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഒന്നുകൂടെ പറയാം റോബിൻ, നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് വെറുതെ പറയുന്നതല്ല, കുറേ നാൾ വെയിറ്റ് ചെയ്തു. പക്ഷെ എങ്ങനെ ചെയ്തിട്ടും ലീഗലി തന്നെ പോകാൻ ഉദ്ദേശിച്ചിട്ടും. പിന്നെ നിന്നോട് എനിക്ക് സഹതാപം തോന്നുന്നൊരു കാര്യം, ഒരു സൈബർ കൊട്ടേഷൻ ഒക്കെ നീ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കറങ്ങിത്തിരിഞ്ഞ് നിനക്ക് തന്നെ ഇപ്പൊ വിനയായി വന്നിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഓർമ്മ വരുന്നതെന്ന് പറയട്ടെ. ഈ പണ്ട് ഈ മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ചിട്ട് ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കന്റെ കഥയില്ലേ, അതൊക്കെ പണ്ട്. ഇത് 2026. മുട്ടനാടുകളെ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് കണ്ടേ ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഇടയ്ക്ക് നിന്നിട്ട് ഇടി കൊള്ളാൻ പോകുന്നത് നിനക്കാ. നീ എന്തൊക്കെ ചെയ്താലും ഇതിനകത്ത് നിനക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ല. സോ വെയിറ്റ് ആൻഡ് വാച്ച്. ഇതിനി ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഈ മേടിച്ച പൈസയൊക്കെ തിരിച്ച് കൊടുക്കും റോബിൻ, എന്നിട്ട് സംസാരിക്കുക. അതാണ് അതിൻ്റെ ഒരു ശരി. ഓക്കെ, അപ്പോൾ സ്നേഹം പരക്കട്ടെ, സ്നേഹം നന്നായിട്ട് അങ്ങോട്ട് പരക്കട്ടെ. ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടല്ല തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര തട്ടിപ്പാണ്. അതായത് കടമായിട്ട് വാങ്ങിയ പൈസ പോലും നമ്മൾ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടല്ല തിരിച്ചു കൊടുക്കാറില്ല. എന്തിനാണ് റോബിൻ രാധാകൃഷ്ണൻ അതിന്റെ മൊത്തം നാറ്റ കേസ് ഉണ്ടല്ല ഇങ്ങനെ ആളെ കൊണ്ട് പുറത്ത് വരുത്തിക്കുന്നത്? എന്താണ് നമ്മളെ വേദലക്ഷ്മി ഉണ്ടല്ല റോബിൻ രാധാകൃഷ്ണന്റെ മൊത്തം ഉടായ്പം പൊളിച്ചെടുക്കുന്നു വിചാരിക്കാം. മറ്റേ അനന്ത സുജിത്തിനുണ്ടല്ല നമ്മൾ റോബിൻ രാധാകൃഷ്ണൻ പൈസ കൊടുത്താൽ ബാക്കി എപ്പിസോഡ് ഉണ്ടല്ല ആ ചങ്കായി മുക്കും. പക്ഷെ വേദലക്ഷ്മി അവനെ പോലെ ഒരു ഫ്രോഡ് അല്ലാന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് അവന്റെ മൊത്തം കഥകളുണ്ടല്ല വേദലക്ഷ്മി പുറത്തുകൊണ്ടിരുന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇവര് പറഞ്ഞ വേറൊരു കാര്യം കേട്ടില്ലേ, റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടല്ല ഇവരെ തെറി വിളിപ്പിക്കാൻ വേണ്ടി ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. അതായത് പൈസ കൊടുത്തിട്ട് ഇവരെ കമന്റ് ബോക്സ് പോയി തെറി വിളിക്കാണ്ടല്ല റോബിൻ രാധാകൃഷ്ണൻ ആൾക്കാരെ ആക്കിയിട്ടുണ്ട്. അത് സത്യമാണ്. അതിന്റെ തെളിവുണ്ടല്ല ഇവരെ വീഡിയോന്റെ കമന്റ് ബോക്സിൽ പോയി നോക്കിയാൽ മതി. അവിടെയുള്ള കുറെ ചാണകസംഖ്യയിലുണ്ടല്ല കെട്ടുന്ന ഇരുന്നുണ്ടല്ല മെഴുകുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കണ്ടില്ല ഒരു വീഡിയോ കൂടി വെച്ചുതരാം. ഇന്നലെ സ്വയം വെളുപ്പിക്കാൻ വേണ്ടി നമ്മൾ റോബിൻ രാധാകൃഷ്ണൻ വിളിച്ച പത്രസമ്മേളനത്തിൽ മൂപ്പർ പറഞ്ഞ ഒരു വലിയ പൊട്ടത്തരം. പൊതുവെ സോഷ്യൽ മീഡിയ പറയാറുണ്ടോ BJP-കാരെല്ലാരും വർഗീയവാദിയാണെന്ന്? പറയാറുണ്ടല്ലോ. ഇല്ല പറയാറുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത്, ഒരു വർഷം മുന്നേ ഞാൻ BJP ജോയിൻ ചെയ്യുന്ന മാർച്ച് 3 മനസ്സിലായില്ല. അതിനുശേഷമാണ് ഞാൻ പറയാം, അതിൽ പറയുന്നുണ്ട്, ആ വോയിസ് വ്യക്തമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ ABCD അറിയത്തില്ല. എനിക്ക് അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ല, പക്ഷെ ആഗ്രഹമുള്ള ഒരാളാണ്. മനസ്സിലായില്ലേ? അതിനുശേഷം ഇപ്പോഴാണ് സിൻസിയറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ആ സമയത്ത് വർഗീയവാദികളാണ് എന്ന് പൊതുവെ ആൾക്കാർ പറയുന്ന കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞത്. എന്റെ റോബിൻ രാധാകൃഷ്ണൻ എന്ന പേരുള്ള ചാണകസംഖി നീനിട്ടില്ല. എങ്ങനെ ന്യായീകരിച്ചിട്ടും ഒരു കാര്യമില്ല. നീ പറഞ്ഞത് BJP ഉള്ള ഒരു വർഗീയ പാർട്ടി തന്നെയാ നീ പറഞ്ഞത്, അല്ലാതെ എല്ലാരും പറയുന്നുണ്ട് എന്നല്ല നീ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഇവന്മാരുണ്ടല്ല കറക്റ്റ് സ്ഥലത്താ ചെന്നെത്തുന്ന കേട്ടാ. അതായത് എല്ലാ ഫ്രോഡുകളും ഉണ്ടല്ലോ അവസാനം പോയിട്ട് ചാണകം കൊണ്ട് തന്നെ പോയി വീഴുന്നുണ്ട്. കുറച്ചു കാലം മുന്നേ അഖിൽമാരാറുന്ന പേരുള്ള ഒരു ഭൂലോക ഫ്രോഡ് ഉണ്ടല്ല ആ ചാണകം കൊണ്ട് പോയി വീണ്. പക്ഷെ എന്താ ചെയ്യാ, അവൻ പ്രതീക്ഷിച്ച പൈസ ഉണ്ടല്ലോ ആ പൈസ കിട്ടാത്തതോട് കൂടി ഉണ്ടല്ല അവരുമായിട്ട് തെറ്റി പിരിഞ്ഞു. ഇനിയിപ്പോ റോബിൻ രാധാകൃഷ്ണന്റെ ഈ വോയിസ് ഒക്കെ ലീക്ക് ആയതുകൊണ്ടുണ്ടല്ല റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടല്ല ഇനി BJP ആയിട്ട് അടുത്ത് തന്നെ തെറ്റിപ്പിരിയും. പക്ഷെ എന്നിട്ടുണ്ടല്ല ഈ ഫ്രോഡ് റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടല്ല വെളുപ്പിക്കാൻ വേണ്ടിട്ടുണ്ടല്ല നാണവും മാനവും ഉളുപ്പില്ലാതെ ചാണകസംഖ്യ ഉണ്ടല്ല ഇങ്ങനെ വരിയിൽ നിൽക്കിയത്. അപ്പോഴെന്തായാലും ഇതിനൊക്കെ ബാക്കി വീഡിയോ ഉണ്ടല്ല നമ്മളെ വേദലക്ഷ്മി പുറത്തു വിടുന്ന പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടല്ല പരമാവധി നാറ്റിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴെന്തായാലും വേദലക്ഷ്മിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.